അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഫ്രീ ആണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഒക്കെ നമുക്ക് എടുത്തിടാമെന്ന് വിചാരിച്ച്. വേറെ എന്താ പറയുക, ഇന്ന് വേറെ ജോലിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ അറിയാം, നമ്മുടെ വീട്ടിലൊരു AVR ഒരു ആംപ്ലിഫയർ നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. ഇതൊരു ഡോൾബി സിസ്റ്റമാണ്, ഇതൊരു AVR-ഉമാണ്. ഇതിൻ്റെ അകത്ത് HDMI, ARC, ഓപ്റ്റിക്കൽ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. 5.1 പിന്നെ PCM ഫയൽ, AC3 ഫയൽ, അങ്ങനെ DTS അങ്ങനെ നമുക്ക് ഇതിനെ തരം തിരിച്ചെടുക്കാക്കും. ഈ TV നിന്ന് വരുന്ന ഔട്ടിനെ നമുക്ക് തരം തിരിച്ചെടുത്ത് നമുക്ക് അതിനെ കറക്റ്റ് ഡോൾബി ഫയലാക്കി നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാവുന്നതാണ്. പിന്നെ സിനിമയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പക്കയായിരിക്കും. ഇതിൻ്റെ സബ്ബ് നമ്മൾ നേരത്തെ 600 RMS ആയിരുന്നു, ഇപ്പോൾ അതിനെ 800 RMS ആക്കി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം 12 ഇഞ്ച് സബ്ബ് മാറ്റിയിട്ട് നമ്മളിപ്പോൾ 15 ഇഞ്ചിൻ്റെ സബ്ബാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊരു 15 ഇഞ്ചിൻ്റെ സബ്ബാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും സബ്ബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫോം കണക്ക് വരും. ഇത് നമ്മളല്ല, ഇത് ഫുൾ റേഞ്ച് സബ്ബാണ്. ഈ ഉത്സവപ്പറമ്പിലും നമ്മളെ തിയേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്നത് ആ ഒരു ടൈപ്പ് സബ്ബായിട്ടാണ് നമ്മളിതിനെ ഇറക്കിയേക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ആയിരിക്കും. സബ്ബിൽ നിന്ന് വരുന്ന ഔട്ട് പക്ക ക്ലാരിറ്റി ആയിരിക്കും. ഇതൊരു 55-055 എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ഫോമറിൽ വർക്ക് ചെയ്യുന്ന സബ്ബ് മാത്രം വർക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അകത്ത് 800 RMS-ലാണ് നമ്മൾ 400x400 അങ്ങനെയാണ് നമ്മൾ കൊടുത്ത് രണ്ടായിട്ട് പെയർ ചെയ്ത് ബ്രിഡ്ജ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ സൈഡ് സ്പീക്കർ 24-0 എന്ന് പറഞ്ഞ ട്രാൻസ്ഫോമറിലാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഒരു സ്പീക്കർ 100 RMS ഉണ്ട്. X5 സ്പീക്കർ വരുമ്പോഴത്തേക്ക് ഇത് സത്യം പറഞ്ഞാൽ 5.2 ആണ്. ഇതിന് അടുത്ത അപ്ഡേറ്റ് നമ്മൾ 7.2 ആക്കുന്നതാണ്. അതിന് വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല, നമ്മളാക്കുന്നതാണ്. അപ്പോൾ ഒരു സ്പീക്കർ 500 ആണ്. പിന്നെ സെൻട്രൽ സ്പീക്കർ വന്നിട്ട് 4 സ്പീക്കറുണ്ട് അതിൻ്റെ അകത്ത്. അത് 6ൻ്റെ സ്പീക്കറാണ്, 6ൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കറും ഇത് 4ൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കറുമാണ് ബെഡിൽ കൊടുത്തേക്കുന്നത്. പിന്നെ എല്ലാത്തിലും നമ്മൾ ട്യൂട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു AVR സിസ്റ്റം ആക്കിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് കേൾക്കുന്ന പഞ്ചും കാര്യങ്ങളെല്ലാം നമ്മൾ പക്ക നീറ്റായിട്ടാണ്. ഇതിൻ്റെ അകത്ത് ഈ ബോക്സ് ഇരുന്ന് ഇറക്കി പതറ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. കാര്യം ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്. സ്പീക്കറുകളായാലും ഹാൻഡ് മെയ്ഡാണ്. നമ്മളൊരു ഹൂജ അങ്ങനെയുള്ള കമ്പനികളായിട്ടൊന്നും നമ്മളത് കോർത്ത് നമ്മൾ ഇണക്കി നമ്മളങ്ങനെ ഒരു സെറ്റപ്പിൽ നമ്മൾ ചെയ്തതല്ല. അല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ബോർഡിന് പറ്റിയ സ്പീക്കർ നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഇത് കറക്റ്റ് RMS കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ചെയ്തെടുത്തതാണ്. ഇതൊരു 4 ohms വർക്ക് ചെയ്യുന്നതാണ്. 2 4 ohms വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ohms ആക്കി കഴിഞ്ഞാൽ നമ്മളെ ബോർഡുകളൊന്നും സപ്പോർട്ട് ചെയ്യില്ല. 800 RMS മതിയാവാതെ വരും. എന്താ പറയുക, അത്രയും 2 ohms വർക്ക് ചെയ്യിപ്പിക്കാനുള്ള വീട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടിഞ്ഞ് വീഴും എന്നുള്ള അവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കട്ട് ചെയ്ത് നമ്മൾ 4 ohms നമ്മളാക്കിയെടുത്തത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തെ ആംപ്ലിഫയറുകളും AVR-ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാവുന്നതാണ്, വിളിക്കാവുന്നതാണ്. അതുമല്ല 15,000 രൂപ തൊട്ടാണ് ഒരു 2.1 തൊട്ട് നമുക്ക് തുടങ്ങുന്നത്. അതിൻ്റെ മേളിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എത്ര രൂപ വേണോ നമ്മുടെ മൈൻഡിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ RMS വാല്യൂ അനുസരിച്ചും പീക്ക് വാല്യൂ അനുസരിച്ചും നമുക്ക് പറ്റിയ ബോർഡുകൾ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് ഇറക്കുന്നതാണ്. ഇത് 2 ട്രാൻസ്ഫോമറിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഒരു SMPS ഇതിൻ്റെ അകത്തുണ്ട്. SMPS ലൈറ്റും കാര്യങ്ങൾക്ക് എല്ലാത്തിനും വേണ്ടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത് കോപ്പിറൈറ്റ് ആവുമെന്ന് ഡൗട്ടുണ്ട്. എന്നാലും കുറച്ച് നമുക്ക് ഓളയിടാം. നിങ്ങൾ ഇത് കേൾക്കണമെങ്കിൽ നിങ്ങൾ സബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലിട്ട് കേൾക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും കേൾക്കാവുന്നതാണ്.